ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നമ്മൾക്ക് പഠിക്കുവാനായിട്ടുള്ളത് സ്ലീവ് വേരിയേഷൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബേസിക് ബ്ലോക്കിൽ നിന്ന് വിവിധ ഡിസൈനുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡാർട്ട് മാനിപ്പുലേഷൻ, സ്റ്റൈൽ ലൈൻസ് എന്നിവയെല്ലാം ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കി. ഇന്ന് ബേസിക് സ്ലീവ് പാറ്റേണിൽ നിന്ന് വിവിധ സ്ലീവ് ഡിസൈനുകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് പഠിക്കുന്നത്. ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാം, ബേസിക് സ്ലീവ് ബ്ലോക്ക്. ഈ ബേസിക് സ്ലീവ് ബ്ലോക്ക് ഉപയോഗിച്ച് ഇതേപോലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ നിർമ്മിക്കുന്നത്. ഇതിനെ നമ്മൾ പ്ലെയിൻ സ്ലീവ് എന്ന് പറയുന്നു. എന്നാൽ നമ്മൾ ഗാർമെന്റിൽ പ്ലെയിൻ സ്ലീവുകൾ മാത്രമല്ല, മറ്റു പലതരത്തിലുള്ള സ്ലീവുകളും ഉപയോഗിക്കാറുണ്ട്. സ്ലീവ്സ് ഇൻ ഗാർമെന്റ്സ് ആർ ഫങ്ഷണൽ ആസ് വെൽ ആസ് ഡെക്കറേറ്റീവ്. സ്ലീവ്സിന് ഒരു ഫങ്ഷണൽ യൂസ് ഉണ്ട്, അതേപോലെ തന്നെ അവ നമ്മളുടെ ഗാർമെന്റിന് ഭംഗി കൂട്ടുകയും ചെയ്യുന്നു. ദേ ആഡ് ബ്യൂട്ടി ടു ഡിസൈൻ സ്റ്റൈൽ. സ്ലീവ് വേരിയേഷൻസ്. ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സ്ലീവ് സ്റ്റൈൽസ് ക്യാൻ ബി ഡെവലപ്ഡ് ഫ്രം ബേസിക് സ്ലീവ് പാറ്റേൺ. നേരത്തെ നമ്മൾ കണ്ടു ബേസിക് സ്ലീവ്. ആ ബേസിക് സ്ലീവ് ബ്ലോക്കിൽ നിന്ന് തന്നെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെയുള്ള വിവിധ തരത്തിലുള്ള സ്ലീവ് പാറ്റേണുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം പഫ് സ്ലീവ്, ബെൽ സ്ലീവ്, പെറ്റൽ സ്ലീവ്, റാഗ്ലൻ സ്ലീവ്, കിമോണ സ്ലീവ് മുതലായ പലതരത്തിലുള്ള സ്ലീവുകളുണ്ട്. ഇതിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും നമ്മൾക്ക് ബേസിക് ബ്ലോക്ക് ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കും. ബേസിക് സ്ലീവിൽ നിന്ന് നമ്മളൊരു പഫ് സ്ലീവിന്റെ ഇതിലോട്ടാണ് വരുന്നത്. കഫ് സ്ലീവ് വന്നു, ബെൽ സ്ലീവ്, ഇങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള സ്ലീവുകൾ നമ്മൾക്ക് ബേസിക് പാറ്റേണിൽ നിന്ന് നിർമ്മിക്കുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പഫ് സ്ലീവ് എങ്ങനെ ബേസിക് പാറ്റേണിൽ നിന്ന് നിർമ്മിക്കാം എന്നുള്ളതാണ്. നിങ്ങൾക്ക് പഫ് സ്ലീവ് പരിചയം ഉണ്ടാവും. പഫ് സ്ലീവ്സ് ആർ ഡിസൈൻഡ് ബൈ ആഡിങ് ഫുൾനെസ്. അതിൽ കൂടുതലായിട്ട് നമ്മുടെ ബേസിക് സ്ലീവ് അഥവാ പ്ലെയിൻ സ്ലീവിനേക്കാളും കൂടുതലായിട്ട് ഫുൾനെസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഗാദേഴ്സ്. They are designed with the gathers at the hemline, at the cape line or at the hemline and cuff line. അപ്പൊ എങ്ങനെയാണ് അതിൻ്റെ അകത്ത് വരിക? ഗ്യാദേഴ്സ് നിങ്ങൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും. ഗാർമെന്റിനകത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ, ആ പോർഷനാണ് നമ്മുടെ ക്യാപ്പ് ലൈൻ എന്ന് പറയുന്നത്. അവിടെ ഗ്യാദേഴ്സ് ചുരുക്കുകൾ കൊടുത്തുകൊണ്ടാണ് പഫിങ് ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ സ്ലീവിന്റെ അടിഭാഗം, അതായത് ഹെം ലൈൻ, ആ പോർഷനിൽ ചുരുക്കുകൾ കൊടുക്കുന്നു. അങ്ങനെയാണ് പഫ് സ്ലീവ് നിർമ്മിക്കുന്നത്. ഇവിടെ കാണിച്ചിട്ടുണ്ട് 3 തരത്തിലുള്ള പഫ് സ്ലീവുകൾ. എ എന്നുള്ള ഡിസൈനില് ടോപ്പ് ഗാദറിംഗ് ആണ്, അതായത് ക്യാപ്പ് ലൈനിലാണ് ഗാദറിംഗ് അല്ലെങ്കിൽ പഫിംഗ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബി എന്ന ചിത്രത്തില് ബോട്ടം പോർഷനിലാണ്, അതായത് ഹെം ലൈനിലാണ് ഗാദറിംഗ് ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ സി എന്ന ചിത്രത്തില് ക്യാപ്പ് ലൈനിലും ഹെം ലൈനിലും 2 സ്ഥലത്തും ടോപ്പ് സൈഡിലും ബോട്ടം സൈഡിലും ഗാദറിംഗ് ചെയ്തിട്ടുണ്ട്. ഈ 3 തരത്തിലും നമുക്ക് പഫ് സ്ലീവുകൾ നിർമ്മിക്കുവാൻ സാധിക്കും. പഫ് സ്ലീവ് അറ്റ് ടോപ്പ് ഗാദറിംഗ് നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഏതാണത് വരിക? അതെ, എ. ദിസ് ടൈപ്പ് ഓഫ് സ്ലീവ് ഹാസ് ഫുൾനെസ് ഇൻ ദ ഫോം ഓഫ് ഗാദേഴ്സ് അറ്റ് ദ ടോപ്പ് ഓർ ക്യാപ്പ് ലൈൻ. എവിടെയാണ് ഗാദേഴ്സ് വരുന്നത്? ടോപ്പ് സൈഡ്, സ്ലീവിന്റെ മുകൾ ഭാഗത്താണ് ഗ്യാദേഴ്സ് അഥവാ ചുരുക്കുകൾ ഉള്ളത്. ടോപ്പ് സൈഡിൽ നമ്മള് ക്യാപ്പ് ലൈൻ എന്നുകൂടി പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ടോപ്പ് ഭാഗത്താണ് ചുരുക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഡിസൈൻ നമ്മൾക്ക് എങ്ങനെ ബേസിക് സ്ലീവ് ബ്ലോക്കിൽ നിന്ന് നിർമ്മിക്കാം എന്ന് നോക്കാം. ഇത് ബേസിക് സ്ലീവ് പാറ്റേൺ. ഈ പാറ്റേൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഉണ്ടാക്കിയതാണ്. ഈ പാറ്റേണിൽ നിന്നാണ് മറ്റ് വിവിധ തരത്തിലുള്ള സ്ലീവ് ഡിസൈൻസുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. ഇത് ഫുൾ സ്ലീവ് ആണ്. അതേപോലെ തന്നെ സ്കെയില് 1:2, അതായത് ഹാഫ് സ്കെയിലാണ് ഈ ഒരു പാറ്റേൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നിർമ്മിക്കുന്നത് പഫ് സ്ലീവ് ആണ്. അതിന് ഫുൾ ലെങ്ത് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള
സ്ലീവ് ലെങ്ത് മാർക്ക് ചെയ്യുന്നു. 6.5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്തത്. ഫുൾ മെഷർമെൻറ്റിലാവുമ്പോഴേക്കും 13 ഇഞ്ച് നീളം എന്നുള്ള രീതിയിൽ ആ അളവിൽ നമ്മൾ വർക്കിംഗ് പാറ്റേൺ ഉണ്ടാക്കുവാൻ വേണ്ടി പേപ്പറിൽ ട്രേസ് ചെയ്തെടുക്കുന്നു. ട്രേസ് ചെയ്തെടുത്ത പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യുന്നു. ബൈസെപ്പ് ലൈൻ വരച്ചു. ഇനി ഈ പാറ്റേൺ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ നമുക്ക് ആവശ്യമുള്ള ലെങ്തോട് കൂടിയ പാറ്റേൺ ലഭിച്ചിട്ടുണ്ട്. ബേസിക് പാറ്റേൺ അതിൻ്റെ സെൻറ്റർ ലൈനാണ്. അതിന് ഇരുവശത്തോട്ടുമാണ് നമ്മൾ സ്ലാഷ് ലൈനുകൾ മാർക്ക് ചെയ്യുന്നത്. സെൻട്രൽ ലൈനിൻ്റെ ഇരുവശങ്ങളിലോട്ടും 1/2 ഇഞ്ച് വീതമാണ് നമ്മൾ ഈ പാറ്റേണിൽ മാർക്ക് ചെയ്യുന്നത്. ഇത് ഹാഫ് സ്കെയിൽ ഉണ്ടാക്കിയിട്ടുള്ള പാറ്റേൺ ആയതുകൊണ്ടാണ് 1/2 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്യുന്നത്. ഫുൾ മെഷർമെൻറ്റിലുള്ള പാറ്റേൺ ആകുമ്പോൾ 1 ഇഞ്ച് അകലത്തിൽ 1 ഇഞ്ച് അകലത്തിലായിരിക്കും സ്ലാഷ് ലൈനുകൾ മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആവശ്യമുള്ള സ്ലാഷ് ലൈനുകൾ മാർക്ക് ചെയ്യാൻ പോയിന്റുകൾ ചെയ്തു. പോയിന്റുകളിൽ കൂടി സ്ലാഷ് ലൈനുകൾ വരച്ചു. മാർക്ക് ചെയ്ത പോയിന്റുകളിൽ കൂടി സ്ലാഷ് ലൈനുകൾ വരച്ചു. അപ്പോൾ നമ്മൾക്ക് സ്ലാഷ് മാർക്കിംഗ് ഉള്ളൊരു പാറ്റേൺ ലഭിച്ചു. ഇതിൻ്റെ മുകൾ ഭാഗമാണ് നമ്മൾക്ക് ഓപ്പൺ ചെയ്ത് ഗാദറിംഗ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മുകൾ ഭാഗത്ത് നിന്ന് താഴ്ഭാഗത്ത് ഹെം ലൈനിൻ്റെ തൊട്ട് മുൻപ് വരെ സ്ലാഷ് മാർക്കിൽ കൂടി നമ്മൾ കട്ട് ചെയ്യുന്നു. ഓരോ പാർട്ടും ക്യാപ്പ് ലൈൻ മുതൽ ഹെം ലൈനിൻ്റെ തൊട്ട് മുൻപ് വരെ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഈ ഓരോ പീസുകളും നമ്മൾ 1/2 ഇഞ്ച് അകലത്തിൽ സ്പ്രെഡ് ചെയ്തെടുക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു ഹാഫ് മെഷർമെൻറ്റിൽ ഉള്ള പാറ്റേൺ ആണ് ഇത്. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് എന്നുള്ള അളവെടുക്കുന്നത്. ഫുൾ മെഷർമെൻറ്റിലുള്ള പാറ്റേൺ ആണെങ്കിൽ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എത്രത്തോളം ഗാദറിംഗ് വേണമോ അതിനനുസരിച്ച് 1 1/2 ഇഞ്ചോ അകലത്തിൽ ഓരോ പാർട്ടുകളും നമ്മൾക്ക് അറേഞ്ച് ചെയ്യാം. ഇവിടെ 1/2 ഇഞ്ച് അകലത്തിൽ നമ്മൾ ഓരോ പീസുകളും അറേഞ്ച് ചെയ്തു. അതെല്ലാം സെല്ലോ ടേപ്പ് വെച്ച് കറക്റ്റ് പൊസിഷനിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഒന്ന് മാർക്ക് അതിന് ശേഷം ഈ പാറ്റേൺ നമ്മൾക്ക് ആവശ്യമായ പുതിയ ഷീറ്റിലോട്ട്, ഇവിടെ മഞ്ഞ കളറിലെ ചാർട്ട് പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആ ചാർട്ട് പേപ്പറിലോട്ട് വച്ച് പാറ്റേണിൻ്റെ ഔട്ട്ലൈൻ ട്രേസ് ചെയ്തെടുക്കുന്നു. ബൈസെപ്പ് ലൈനും സെൻട്രൽ ലൈനും മാർക്ക് ചെയ്യാൻ മറക്കരുത്.
ഇപ്പം നമ്മൾ പുതിയ പാറ്റേണിന് ആവശ്യമായിട്ടുള്ള മാർക്കിങ്ങുകളെല്ലാം ചെയ്തു. ഈ ട്രേസ് ചെയ്തെടുത്ത മാർക്കുകളിൽ കൂടി പേന ഉപയോഗിച്ച് വരച്ച് അത് പൂർത്തിയാക്കുന്നു. പാറ്റേണിലെ സെൻട്രൽ ലൈനും വരയ്ക്കുന്നു. ടോപ്പ് ഭാഗത്താണ് ഗാദറിംഗ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്ലീവിന് 1/2 ഇഞ്ച് നീളം കൂട്ടിയെടുക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാഫ് മെഷർമെന്റിൽ ഉള്ള പാറ്റേൺ ആയതുകൊണ്ടാണ് 1/2 ഇഞ്ച് നീളം കൂട്ടിയെടുക്കുന്നത്. ഫുൾ മെഷർമെന്റിലുള്ളതാണെങ്കിൽ നമ്മൾ 1 ഇഞ്ചാണ് ലെങ്ത് കൂട്ടുന്നത്. കർവ് മാർക്കുകൾ വൃത്തിയായിട്ട് തെറ്റിപ്പോകാതെ വരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ പാറ്റേൺ ഔട്ട്ലൈൻ റെഡിയായി. അത് കട്ട് ചെയ്തെടുത്തു. ഇവിടെ സീം അലവൻസ് കൊടുത്തിട്ടില്ല. നമുക്ക് സീം അലവൻസും കൂടി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്താലും മതിയാവും. പഫ് സ്ലീവ്, ടോപ്പ് ഗാദറിംഗ്, ആവശ്യമുള്ള പാറ്റേൺ ഇൻഫർമേഷൻസ് എഴുതി ചേർക്കുന്നു. ഇപ്പോൾ നമ്മൾക്ക് ടോപ്പ് ഗാദറിംഗ് ഉള്ള പഫ് സ്ലീവിൻ്റെ പാറ്റേൺ ലഭിച്ചു. ഇത് നമ്മുടെ വർക്കിംഗ് പാറ്റേൺ, ഇത് ബേസിക് പാറ്റേൺ. ഈ ബേസിക് പാറ്റേണിൽ നിന്ന് നമ്മൾ ടോപ്പ് ഗാദറിംഗ് ഉള്ള പഫ് പാറ്റേൺ നിർമ്മിച്ചു. ആ മെത്തേഡ് നമ്മൾ ഒന്നുകൂടി നോക്കുകയാണ്. ട്രേസ് ദ സ്ലീവ് ബ്ലോക്ക് വിത്ത് റിക്വയർഡ് ലെങ്ത്. നമ്മൾ ആദ്യം ചെയ്ത അതായിരുന്നു. നമുക്ക് ആവശ്യമുള്ള ലെങ്തില് സ്ലീവ് ബ്ലോക്ക് ട്രേസ് ചെയ്തെടുക്കുന്നു. ഡ്രോ വെർട്ടിക്കൽ ലൈൻസ് ഓൺ സ്ലീവ് ബ്ലോക്ക് 1 ഇഞ്ച് എപ്പാർട്ട്. ഇവിടെ നമ്മൾ പറയുന്നത് ഫുൾ മെഷർമെന്റിലുള്ള സ്ലീവിലാണ്. അവിടെ 1 ഇഞ്ച് എപ്പാർട്ട് ഹാഫ് സ്കെയിലാണ് ചെയ്തത്. അപ്പോൾ 1/2 ഇഞ്ചാണ് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തത്. കട്ട് ത്രൂ ഓൾ സ്ലാഷ് ലൈൻസ് ഫ്രം ടോപ്പ് ക്യാപ് ലൈൻ ടു നിയർ ബോട്ടം എഡ്ജ്. നമ്മൾ ചുരുക്കുകൾ കൊടുക്കുന്നത് മുകൾ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ സ്ലാഷ് ലൈൻ കട്ട് ചെയ്ത് തുടങ്ങുന്നത് മുകളിൽ നിന്നാണ്. മുകൾ ഭാഗത്തു നിന്ന് താഴെ ഹെം ലൈനിന്റെ തൊട്ട് മുൻപ് വരെയാണ് കട്ട് ചെയ്തത്. നാലാമത്തേത്, കീപ് ദ സ്ലാഷ്ഡ് പാറ്റേൺ ഓൺ എ ടോപ്പ് ഓഫ് അനദർ പേപ്പർ ആൻഡ് സ്പ്രെഡ് ഓപ്പൺസ് ആസ് ദ അപ്പർ എഡ്ജ് ടു ഗെറ്റ് ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് ഫുൾനെസ്. നമ്മൾ മറ്റൊരു പേപ്പറിലോട്ട് വെച്ചിട്ട് അതിന്റെ മുകൾ ഭാഗം സ്പ്രെഡ് ചെയ്യുന്നു. അത് എത്രത്തോളം നമുക്ക് ചുരുക്കുകൾ വേണം എന്നനുസരിച്ച് കൂട്ടിയും കുറച്ചും അത് സ്പ്രെഡ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ ചെയ്യുന്നത് 1/2 ഇഞ്ച്, 1 ഇഞ്ച്, 1.5 ഇഞ്ചൊക്കെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അത്രയും അകത്തി വെച്ചിട്ടാണ് നമ്മൾ സ്പ്രെഡ് ചെയ്ത് അത് പൊസിഷനിൽ ഒന്നുകിൽ സെല്ലോ ടേപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ പിൻ ഉപയോഗിച്ചോ മാർക്ക് അത് പിൻ ചെയ്ത് വെക്കുന്നു. ഇൻക്രീസ് സ്ലീവ് ലെങ്ത് ബൈ 1 ഇഞ്ച് ഓർ 2 ഇഞ്ച് ഫോർ പഫിംഗ്. ആ ഭാഗത്ത് നമ്മൾ സ്ലീവിന്റെ ലെങ്ത് 1 ഇഞ്ചോ 2 ഇഞ്ചോ ഇൻക്രീസ് ചെയ്യുന്നു. ദെൻ ഡ്രോ ദ പഫ് സ്ലീവ് ഓൺ ദ ന്യൂ ഷീറ്റ് ഓഫ് പേപ്പർ. അതിനുശേഷം നമ്മൾ അത് ട്രേസ് ചെയ്തെടുത്ത് പുതിയ ഷീറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസൈൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. പ്രിപ്പയർ ന്യൂ പാറ്റേൺ വിത്ത് റിക്വയർഡ് പാറ്റേൺ ഇൻഫർമേഷൻ ആൻഡ് സീം അലവൻസ്. ആവശ്യമുള്ള പാറ്റേൺ ഇൻഫർമേഷൻസും സീം അലവൻസും കൊടുത്ത് പുതിയ പാറ്റേൺ പ്രിപ്പയർ ചെയ്യുന്നു. നമ്മൾ ചെയ്ത അതേ പ്രോസസ്സ് ഒരു പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. സ്ലാഷ് അനുസരിച്ച്
കട്ട് ചെയ്തു, അത് സ്പ്രെഡ് ചെയ്തു, അതിനെ പുതിയ പേപ്പറിൽ വെച്ച് ട്രേസ് ചെയ്തെടുത്തിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്ന പഫ് സ്ലീവ് ബോട്ടം ഗ്യാദറിംഗ്. നമ്മളിപ്പോൾ ചെയ്തത് ടോപ്പ് ഗ്യാദറിംഗ് ആണ്. അതേപോലെ തന്നെ ബോട്ടത്തിൽ ചുരുക്കുകൾ വരുന്നതാണ്. This type of sleeve has fullness in the form of gathers at the bottom edge or hemline. It can be finished with a band, bias binding or elastic. ചിത്രത്തിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാകും ഏതാണ് ബോട്ടം ഗ്യാദറിംഗ്. ഇവിടെ സ്ലീവിന്റെ താഴ്ഭാഗത്ത് അഥവാ ഹെം ലൈനിലാണ് ഗ്യാദറിംഗ് അഥവാ ചുരുക്കുകൾ കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അത് ഒരു ബാൻഡ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ എലാസ്റ്റിക് ഉപയോഗിച്ചോ ഹെം ലൈൻ ഫിനിഷ് ചെയ്യുന്നത് കൂടുതൽ ഭംഗി തോന്നിപ്പിക്കും. പഫ് സ്ലീവ് ബോട്ടം ഗ്യാദറിംഗ് ചെയ്യുന്നത് നോക്കാം. റൈസ് ദ സ്ലീവ് ബ്ലോക്ക് വിത്ത് റിക്വയർഡ് ലെങ്ത്. ഡ്രോ വെർട്ടിക്കൽ ലൈൻസ് ഓൺ സ്ലീവ് ബ്ലോക്ക് 1 inch apart. രണ്ട് പ്രോസസ്സും നമ്മളുടെ ടോപ്പ് ഗ്യാദറിംഗിലും ബോട്ടം ഗ്യാദറിംഗിലും ഒരേപോലെ തന്നെയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് വ്യത്യാസമുള്ളത്. കട്ട് ത്രൂ ദ സ്ലാഷ് ലൈൻസ് ഫ്രം ബോട്ടം ടു നിയർ ക്യാപ്പ് ലൈൻ. ഇവിടെ നമ്മൾ ബോട്ടത്തിലാണ് ചുരുക്കുകൾ കൊടുക്കുന്നത് താഴ്ഭാഗത്ത്. അതുകൊണ്ട് സ്ലീവിന്റെ താഴ്ഭാഗത്ത് ഹെം ലൈനിൽ നിന്ന് എവിടം വരെയാണ്? ക്യാപ്പ് ലൈനിന്റെ തൊട്ട് മുൻപ് വരെയാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഇതിന്റെ മുകൾ ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യുന്നില്ല. മുകൾ ഭാഗത്തല്ല പഫ് വരുന്നത്, ബോട്ടം ഗ്യാദറിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ താഴ്ഭാഗത്ത് നിന്ന് ഹെം ലൈനിൽ നിന്ന് ക്യാപ്പ് ലൈനിന്റെ തൊട്ട് മുൻപ് വരെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. നേരത്തെ ടോപ്പ് ഗ്യാദറിംഗിൽ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടാണ് കട്ട് ചെയ്തത്. ഇതിപ്പോൾ ബോട്ടം ഗ്യാദറിംഗ് ആകുമ്പോൾ താഴെ നിന്ന് മുകളിൽ അറ്റം എത്തുന്നതിന് തൊട്ട് മുൻപ് വരെ, ക്യാപ്പ് ലൈനിന് തൊട്ട് മുൻപ് വരെ സ്ലാഷ് ലൈനിൽ കൂടെ കട്ട് ചെയ്യുന്നു. നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ടോപ്പ് ഗ്യാദറിംഗ് ചെയ്തതുപോലെ തന്നെ ഈ കട്ട് ചെയ്തെടുത്ത ഓരോ പാർട്ടും 1/2 ഇഞ്ച് അകലത്തിൽ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് അത് സ്പ്രെഡ് ചെയ്തെടുക്കുന്നു. ഹാഫ് മെഷർമെന്റ് ആയതുകൊണ്ടാണ് നമ്മൾ 1/2 ഇഞ്ച് അകലത്തിൽ ഓരോ പീസുകളും സ്പ്രെഡ് ചെയ്യുന്നത്. ഫുൾ മെഷർമെന്റിലാണെങ്കിൽ നമുക്ക് 1 ഇഞ്ചോ അതിൽ കൂടുതലോ എടുക്കാം. എത്രത്തോളം നമുക്ക് പഫിംഗ് ആവശ്യമുണ്ടോ, എത്രയും ഗാദറിംഗ് വേണോ, അത്രത്തോളം നമുക്ക് ഇത് അകറ്റിയെടുക്കാം. അത് 1/2 ഇഞ്ച്, 1 ഇഞ്ച്, 1.5 ഇഞ്ച് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോ പീസുകളും തമ്മിൽ അകറ്റി വെച്ച് അതൊരു സെല്ലോ ടൈപ്പ് വെച്ച് അത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നും മാർക്ക് ചെയ്യുമ്പോൾ വീണ്ടും അത് അടുത്ത് പോരും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഓരോ പീസും 1/2 ഇഞ്ച് അകലത്തിൽ നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. ഇനി ഈ പാറ്റേൺ നമുക്ക് ഏത് പേപ്പറിലാണോ പുതിയ പാറ്റേൺ ഉണ്ടാക്കേണ്ടത് ആ പേപ്പറിലോട്ട് വച്ച് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ യെല്ലോ കളർ പേപ്പറിലോട്ട് പാറ്റേൺ വച്ച് എൻ്റെ ഔട്ട്ലൈൻ ട്രേസ് ചെയ്തെടുക്കുന്നു. ഓരോ ഭാഗവും വിട്ടു പോവാതെ കറക്റ്റായിട്ട് ട്രേസ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ കറക്റ്റ് അളവിൽ നമ്മൾക്ക് പുതിയ പാറ്റേൺ ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ.
ബൈസെപ്പ് ലൈനും സെൻട്രൽ ലൈനും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ നമ്മളുടെ വർക്കിംഗ് പാറ്റേൺ മാറ്റി വയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾക്ക് പഫ് സ്ലീവിൻ്റെ പാറ്റേൺ ഔട്ട്ലൈൻ ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് പൂർത്തിയാക്കുന്നു. നമ്മൾ നേരത്തെ ട്രേസ് ചെയ്തെടുത്ത ലൈനിൽ കൂടി പെൻ ഉപയോഗിച്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു. ബോട്ടം പോർഷനിലാണ് ഗാദറിങ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ സ്ലീവിന് ലെങ്ത് അല്പം കൂട്ടിയെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ ടോപ്പ് ഗാദറിങ് ചെയ്തതുപോലെ തന്നെ 1/2 ഇഞ്ച് ലെങ്ത് താഴോട്ട് കൂട്ടിയെടുക്കുന്നു. ഫുൾ മെഷർമെൻറ്റിലാണെങ്കിൽ നമ്മൾ 1 ഇഞ്ച് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കും. ഹാഫ് മെഷർമെൻറ്റിലായതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് ലെങ്ത് കൂട്ടിയെടുത്തു. ആ പോയിന്റിലൂടെ നമ്മുടെ ഹെം ലൈൻ മാർക്ക് ചെയ്യുന്നു. പുതിയ പാറ്റേൺ റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഈ പാറ്റേൺ കട്ട് ചെയ്തെടുക്കാം. പാറ്റേൺ കട്ട് ചെയ്തു. ഇവിടെ സീം അലവൻസ് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സീം അലവൻസും കൂടി കൊടുത്ത് പാറ്റേൺ കട്ട് ചെയ്യാം. പഫ് സ്ലീവ് ബോട്ടം ഗാദറിംഗ് പാറ്റേൺ ആണ്. നമുക്ക് ആവശ്യമായ പാറ്റേൺ ഇൻഫർമേഷൻസ് എല്ലാം ആഡ് ചെയ്യുക. ഇത് നമ്മുടെ വർക്കിംഗ് പാറ്റേൺ, ബേസിക് സ്ലീവ് പാറ്റേൺ, പഫ് സ്ലീവ് പാറ്റേൺ. Keep the slashed pattern on top of another paper and spread open the lower edge to required amount of fullness. ടോപ്പ് ഗാദറിംഗിൽ ചെയ്തതുപോലെ തന്നെ താഴ്ഭാഗത്ത് നമുക്ക് എത്രത്തോളം ചുരുക്കുകൾ വേണോ അത്രയും നമ്മളിത് വിടർത്തി വെച്ചിട്ട് സെല്ലോ ടോപ്പോ പിന്നോ ഉപയോഗിച്ച് കറക്റ്റായിട്ട് പൊസിഷനിങ് ചെയ്യുന്നു. ഇൻക്രീസ് ദ സ്ലീവ് ലെങ്ത് ബൈ 1 inch or 2 inch ഫോർ പഫിങ്. ആ പഫിങ്ങിന് വേണ്ടി ചുരുക്കുകൾ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ലെങ്ത് അതിന് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 1 ഇഞ്ചോ 2 ഇഞ്ചോ അവിടെ ലെങ്ത് കൂട്ടുന്നു, സ്ലീവിൻ്റെ ലെങ്ത് കൂട്ടുന്നു. ഡ്രോ ദ പഫ് സ്ലീവ് ഓൺ ദ ന്യൂ ഷീറ്റ് ഓഫ് പേപ്പർ. പുതിയതായിട്ടുള്ള പാറ്റേൺ പേപ്പറിൽ നമ്മൾ ആ ഡിസൈൻ ട്രേസ് ചെയ്ത് കറക്റ്റായിട്ട് വരച്ചെടുക്കുന്നു. പ്രിപ്പയർ ദ ന്യൂ പാറ്റേൺ വിത്ത് റിക്വയർഡ് പാറ്റേൺ ഇൻഫർമേഷൻ ആൻഡ് സീം. നമുക്ക് ആവശ്യമുള്ള പാറ്റേൺ ഇൻഫർമേഷൻസും സീം അലവൻസും കൊടുത്ത് പുതിയ പാറ്റേൺ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. ഇതിപ്പോൾ നിങ്ങൾ കണ്ട മെത്തേഡാണ്. സ്ലാഷ് ലൈൻ കൊടുക്കുന്നു, കട്ട് ചെയ്യുന്നു, ബോട്ടം പോർഷനാണ് സ്പ്രെഡ് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ 2 പഫ് സ്ലീവുകൾ പഠിച്ചു, ടോപ്പ് ഗാദറിങ്ങും ബോട്ടം ഗാദറിങ്ങും. ഇനി ഒരെണ്ണം കൂടിയാണുള്ളത്, ടോപ്പ് ആൻഡ് ബോട്ടം ഗാദറിങ്. This type of sleeve has gathers at the top as well as bottom. Here the bottom part can be finished with a band or frill. ഈ കേസിൽ എവിടെയായിരിക്കും? ടോപ്പ് സൈഡിലും ഉണ്ടാവും, ബോട്ടം പോർഷനിലും ഉണ്ടാവും. ഏതാണ് ചിത്രത്തില്? സി. 2 ഭാഗത്തും മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഒരേപോലെ തന്നെ ചുരുക്കുകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ താഴ്ഭാഗത്ത് ഒരു ബാൻഡോ അല്ലെങ്കിൽ ഫ്രില്ലോ ഉപയോഗിച്ച് അത് കൂടുതൽ മനോഹരമാക്കാം. ഇത് എങ്ങനെയായിരിക്കും ചെയ്യുക? നമ്മൾ ടോപ്പ് ഗാദറിംഗ് ചെയ്യുന്ന സമയത്ത് ടോപ്പിൽ നിന്ന് കട്ട് ചെയ്തു, ബോട്ടം ഗാദറിംഗ് ചെയ്യുന്ന സമയത്ത് ബോട്ടത്തിൽ നിന്ന് കട്ട് ചെയ്തു. ഇവിടെ എങ്ങനെയായിരിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എങ്ങനെയായിരിക്കും ഈ ഡിസൈൻ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുക എന്നുള്ളത്.
ജസ്റ്റ് പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. കട്ട് ചെയ്യുന്നത് നമ്മൾ ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. രണ്ട് സൈഡും നമുക്ക് സ്പ്രെഡ് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട്. ടോപ്പിലും ബോട്ടത്തിലും ഗ്യാതറിങ് വരുന്നു. അതുകൊണ്ട് തന്നെ സ്ലാഷ് ലൈനിൽ കൂടി നമ്മൾ ഫുള്ളായിട്ട് തന്നെ കട്ട് ചെയ്യും. അതിനുശേഷം ഓരോ പീസുകളും സ്പ്രെഡ് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫുൾ മെഷർമെന്റ് ആണെങ്കിൽ 1 ഇഞ്ച് അകലത്തിൽ വെക്കുന്നു, അല്ലെങ്കിൽ 1/2 ഇഞ്ച് അകലത്തിൽ വെച്ച് ഓരോന്നും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം അത് ട്രേസ് ചെയ്യുന്നു. ടോപ്പിലും ബോട്ടത്തിലും നമ്മൾ പഫിങ് കൊടുക്കുന്നുണ്ട്. രണ്ടിടത്തും ഓരോ ഇഞ്ച് വെച്ച് സ്ലീവിന്റെ ലെങ്ത് കൂട്ടണം. അതേപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ ഓരോ പീസും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പൊ വീണ്ടും അത് അറേഞ്ച് ചെയ്യുമ്പോൾ ആ പാറ്റേണുകൾ തമ്മിൽ ഓരോ പീസും തമ്മിൽ മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ 1 2 3 4 5 6 7 8 അങ്ങനെ നമ്മുടെ ഓരോ പാർട്ടിനും നമ്പർ ഇടാൻ മറക്കരുത്. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അത് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓരോ പാർട്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു വർക്ക് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. ഇതൊരു അസൈൻമെന്റ് ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. Write the steps to make the sleeve pattern with the top and bottom gathering from basic block. ബേസിക് ബ്ലോക്കിൽ നിന്ന് എങ്ങനെ ടോപ്പ് ആൻഡ് ബോട്ടം ഗാദറിംഗ് പാറ്റേൺ ഡിസൈൻ ചെയ്യാമെന്നുള്ളത്. അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന സ്റ്റെപ്പുകളെല്ലാം ഒരേപോലെ തന്നെ ആയിരിക്കും. ട്രേസ് ചെയ്യുക, സ്ലാഷ് ലൈൻസ് മാർക്ക് ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം സ്ലാഷ് ലൈൻസ് കട്ട് ചെയ്യുന്നതാണ് ഫുള്ളായിട്ട് ചെയ്യേണ്ടി വരുന്നത്. പിന്നീട് മറ്റൊരു പേപ്പറിൽ വെച്ച് അറേഞ്ച് ചെയ്യുന്നു, ലെങ്ത് കൂട്ടുന്നു, ട്രേസ് ചെയ്യുന്നു, പാറ്റേൺ ഇൻഫർമേഷൻ. അപ്പൊ നമ്മള് ടോപ്പ് ഗാദറിംഗിലും ബോട്ടം ഗാദറിംഗിലും ചെയ്ത പോലെ തന്നെ സ്റ്റെപ്സ് ഓരോന്നും എഴുതുക. രണ്ടാമത്തെ അസൈൻമെന്റ്, പ്രിപ്പയർ പാറ്റേൺ ഫോർ പഫ് സ്ലീവ് വിത്ത് ടോപ്പ് ആൻഡ് ബോട്ടം ഗാദറിംഗ്. അപ്പൊ ഈ സ്റ്റെപ്പുകൾക്ക് അനുസൃതമായിട്ട് ഒരു പാറ്റേൺ നിർമ്മിക്കുക. അത് നിങ്ങൾ ഹാഫ് സ്കെയിലിലോ 1/4 സ്കെയിലിലോ നിർമ്മിക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ മറ്റു സ്ലീവുകളും ബെൽ സ്ലീവ്, ക്യാപ് സ്ലീവ് മുതലായവയും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ചെറിയ വ്യത്യാസങ്ങളാണ് അവ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഉള്ളത്. അതും നിങ്ങൾ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പറഞ്ഞിട്ടുള്ള വർക്കുകളെല്ലാം നിങ്ങൾ പൂർത്തിയാക്കി നിങ്ങളുടെ ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം.